നൌഷാദിനെതിരായ വർഗീയ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരായ കേസിൽ കുറ്റം തെളിഞ്ഞാൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. വിശദാംശങ്ങളുമായി കെ എം ഉമേഷ് ചേരുന്നു. ഉമേഷ്, പറയൂ. സൂര്യരാജ്, വെള്ളാപ്പള്ളിക്കെതിരെ ഇന്നലെയാണ് KPCC പ്രസിഡന്റ് VM സുധീരന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. 153A വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ FIR ഇന്ന് രാവിലെ തയ്യാറാക്കി ഇത് ആലുവ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വളർത്തണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി, അങ്ങനെ തന്നെയാണ് FIRൽ എഴുതിയിട്ടുള്ളത്. പ്രതി ഇക്കഴിഞ്ഞ 29-ന് ആലുവയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. FIR ആലുവ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇതിന്റെ അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരനായ KPCC പ്രസിഡന്റ് VM സുധീരന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സുധീരനൊപ്പം മറ്റു പരാതിക്കാരായ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു, TN പ്രതാപൻ MLA എന്നിവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. ഇതിനു പുറമെ ഇതിൽ അന്ന് ആ പ്രസംഗം നടക്കുന്ന വേളയിലുണ്ടായിരുന്ന മാധ്യമങ്ങളിൽ ചിലരെയും സാക്ഷികളാക്കാനും ഉള്ള തീരുമാനവും പോലീസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടി മൊഴിയും പരിശോധിക്കും. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൊഴികളിൽ പറയുന്ന കാര്യങ്ങളിലും എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗത്തിന്റെ CD പോലീസിന്റെ കൈവശമുണ്ട്. ഇതും പരിശോധിക്കും. ഇതിൽ ഇത്തരത്തിൽ 153A വകുപ്പ് പ്രകാരം ഉള്ള കുറ്റം ബോധ്യപ്പെടുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്ന പ്രധാനപ്പെട്ട വിവരമാണ് പോലീസ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണം വളരെ ത്വരിതഗതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ഉമേഷ്, അവിടെ ഏത് സാഹചര്യത്തിൽ എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യുക എന്നത് വ്യക്തമാക്കുന്നുണ്ടോ? FIR സമർപ്പിച്ചു കഴിഞ്ഞു. വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത് കുറ്റമാണെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അത് ഒരു സമയം എപ്പോഴാണ് പോലീസ് വയ്ക്കുന്നത്? അത് കൃത്യമായ കാലയളവ് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഈ പറഞ്ഞത് പ്രകാരം ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തണം. സാക്ഷികളുടെയും പരാതിക്കാരന്റെയും എല്ലാം വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രസംഗത്തിന്റെ വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകൾ വളരെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കും. അതിനുശേഷം ഈ 153A വകുപ്പ് പ്രകാരം എടുത്ത കുറ്റം ചുമത്തിയത് പ്രകാരമുള്ള നിയമപ്രശ്നങ്ങൾ, അതായത് കുറ്റം തെളിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ നിയമോപദേശം തേടിയ ശേഷം ഇതിൽ കഴമ്പുണ്ടാകുന്ന നിമിഷം അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിന് പ്രത്യേക കാലയളവ് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാണ് അത് ബോധ്യപ്പെടുക അന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാവും. അതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഒന്നുമില്ല. വളരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഈ നടപടിക്രമങ്ങൾ ദ്രുതഗതിയിലാണോ ഉമേഷ് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇന്നലെ ചെന്നിത്തല പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കില്ല. അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക എന്നത്, ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്ര അവസാനിക്കാൻ. ഇതിനിടയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് പോലീസ് വിരൽ ചൂണ്ടുന്നുണ്ടോ? ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ അതിനെ മറികടന്ന ഒരു നടപടി ഉണ്ടാകും എന്ന് നമുക്ക് കരുതുക വയ്യ. എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് അതിന്റെ ദൃശ്യങ്ങൾ അധികം വൈകാതെ തന്നെ പരിശോധിക്കും. അതുപോലെ തന്നെ സാക്ഷികളുടെ മൊഴിയെടുക്കുന്നത്, അതാണ് ഒരുപക്ഷെ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത. അപ്പൊ VM സുധീരൻ അടുത്ത ദിവസമാണ് മൊഴി നൽകുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. VM സുധീരന്റെ മൊഴി രേഖപ്പെടുത്തും, മറ്റ് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഇതെല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ 153A വകുപ്പ് പ്രകാരം ചുമത്തിയ കുറ്റം നിലനിൽക്കുമോ എന്നത് നിയമവിദഗ്ധരുടെ സഹായത്തോടു കൂടി പരിശോധിക്കും. അത്തരത്തിൽ ഈ നടപടിക്രമങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ സമയം വൈകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പ്രകാരം ഒരുപക്ഷെ സമത്വ മുന്നേറ്റ ജാഥയ്ക്കിടയിൽ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്ന് ഇപ്പോൾ കരുതുക വയ്യ. ശരി, കെ ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.